Hello everyone. Today we are going to discuss about the differences between academic and non-academic essays. Academic essay, non-academic essay ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അക്കാദമിക് റൈറ്റിംഗ് എന്താണെന്നും നോൺ അക്കാദമിക് റൈറ്റിംഗ് എന്താണെന്നും നമുക്കറിയാം അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാദമിക് എസ്സേ എന്ന് പറയുന്നത് എന്താണ്? അക്കാദമിക് റൈറ്റിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ നോൺ അക്കാദമിക് എസ്സേ എന്ന് പറയുന്നത് നോൺ അക്കാദമിക് റൈറ്റിംഗ് തന്നെയാണ്. അപ്പോൾ അക്കാദമിക് റൈറ്റിങ്ങിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എന്തിലടങ്ങിയിട്ടുണ്ട്? അക്കാദമിക് എസ്സേയിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി പേജ് നമ്പർ 40ൽ academic essays usually contain, non-academic essays usually contain എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ടേബിളിൽ കൊടുത്തിട്ടുള്ള ഓരോ പോയിന്റ്സും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അക്കാദമിക് എസ്സേയുടെ ഫസ്റ്റ് ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർമൽ ലാംഗ്വേജ് ആൻഡ് വേർഡ് ലെസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ ഇൻഫോർമൽ കോൺവെർസേഷൻ, technical terms or words typical to the discipline. Formal language and words less frequently used in informal conversation, technical terms or words typical to the discipline. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അക്കാദമിക് റൈറ്റിങ്ങിന് ഫസ്റ്റ് ഒരു ഡെഫിനേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ? അക്കാദമിക് റൈറ്റിംഗ് ഈസ് എ സീരിയസ് ആൻഡ് ഫോർമൽ വേ ഓഫ് റൈറ്റിംഗ് എന്ന് അല്ലേ? അപ്പോൾ അക്കാദമിക് റൈറ്റിങ്ങിൽ, അക്കാദമിക് എസ്സേയിൽ നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെയുള്ള വേർഡ്സ് ആയിരിക്കണം? ഫോർമൽ ആൻഡ് സീരിയസ് വേർഡ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇൻഫോർമൽ കോൺവെർസേഷൻ അവോയ്ഡ് ചെയ്യണം. ഇൻഫോർമൽ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടായിരിക്കും. ഇൻഫോർമൽ കോൺവെർസേഷനിൽ വരുന്നതാണ് ഹായ്, ഹലോ തുടങ്ങിയ വേർഡ്സൊക്കെ. അതൊക്കെ ഏതിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം? അക്കാദമിക് റൈറ്റിങ്ങിൽ അവോയ്ഡ് ചെയ്യണം. അക്കാദമിക് എസ്സേയിൽ, അക്കാദമിക് റൈറ്റിങ്ങിൽ അത്തരത്തിലുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ ടെക്നിക്കൽ ടേംസ് ഓർ വേർഡ്സ് ടിപ്പിക്കൽ ടു ദി ഡിസിപ്ലിൻ. പിന്നെ അതുപോലെ തന്നെ ഓരോ ഡിസിപ്ലിൻ അനുസരിച്ച്, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സബ്ജക്റ്റ്, ഓരോ ഡിസിപ്ലിൻ അനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള വേർഡ്സും ടേംസും വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ കോമൺ ആയിട്ട് നമുക്ക് എന്താണ് കണ്ടുവരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ഏതൊക്കെയാണ്? സിമിലി, മെറ്റഫർ, ഫിഗർ ഓഫ് സ്പീച്ച്, ഓക്കെ, അങ്ങനെയുള്ളവ. ഇനി കൊമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ കൊമേഴ്സ് സബ്ജക്റ്റിലാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സാണ് ഫിനാൻസ്, കോർപ്പറേഷൻ എന്നിവയൊക്കെ. അപ്പോൾ ഓരോ ഡിസിപ്ലിൻ അനുസരിച്ചും അതിൻ്റേതായിട്ടുള്ള കുറച്ച് വേർഡ്സ്, ഫ്രേസസ്, ടേംസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? അക്കാദമിക് എസ്സേയുടെ ഫീച്ചറായിട്ട് പറഞ്ഞത് അക്കാദമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആൻഡ് ഫോർമൽ വേ ഓഫ് റൈറ്റിംഗ് ആണ്. അപ്പോഴെന്താണ്? അക്കാദമിക് എസ്സേ എഴുതുന്ന സമയത്ത് നമ്മളെപ്പോഴും സീരിയസ് ആൻഡ് ഫോർമൽ വേർഡ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദെൻ ഇൻഫോർമൽ കോൺവെർസേഷൻ, ഇൻഫോർമൽ വേർഡ്സ് ഒക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, അവോയ്ഡ് ചെയ്യണം. ദെൻ ഓരോ ഡിസിപ്ലിന് മേച്ചായിട്ടുള്ള ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം അക്കാദമിക് എസ്സേ എഴുതേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. ദെൻ ഇനി നോൺ അക്കാദമിക് എസ്സേ. അക്കാദമിക് എസ്സേയും നോൺ അക്കാദമിക് എസ്സേയും തമ്മിലൊരു ഡിഫറൻസ് ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ നോൺ അക്കാദമിക് എസ്സേയിൽ എന്തൊക്കെ പാടില്ല? ഫസ്റ്റ് വരുന്നത് അക്കാദമിക് എസ്സേയിൽ ഫോർമൽ ആൻഡ് സീരിയസ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാലോ നോൺ അക്കാദമിക് എസ്സേയിൽ സിമ്പിൾ ആൻഡ് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ആൻഡ് ഫ്രേസസ് കോമൺലി ഫൗണ്ട് ഇൻ ഇൻഫോർമൽ കോൺവെർസേഷൻസ് ആൻഡ് ഈവൻ സ്ലാങ്സ്. നോൺ അക്കാദമിക് റൈറ്റിങ്ങിൽ, നോൺ അക്കാദമിക് എസ്സേയിൽ നമുക്ക് എന്താണ്? സിമ്പിൾ, അതുപോലെ തന്നെ എന്താണ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് വേർഡ്സ് ഒക്കെ വെച്ചുകൊണ്ട് എഴുതാൻ കഴിയും നോൺ അക്കാദമിക് എസ്സേ. ഓക്കെ, ഇൻഫോർമൽ കോൺവെർസേഷൻ, ഇൻഫോർമൽ വേർഡ്സ് ഒക്കെ എന്തിൽ യൂസ് ചെയ്യാം? നോൺ അക്കാദമിക് എസ്സേയിൽ ഓർ നോൺ അക്കാദമിക് റൈറ്റിങ്ങിൽ യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതാണ് അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് എസ്സേ തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ്. ഓക്കെ, ദെൻ ഇനി സെക്കൻഡ് പോയിന്റ് ആണ് അക്കാദമിക് എസ്സേയിൽ വരുന്നത്
ടെക്നിക്കൽ ആൻഡ് ഫോർമൽ വൊക്കാബുലറി. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സെയിം പോയിന്റ് തന്നെയാണ്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. വേർഡ്സിൻ്റെ ഒരു കൂട്ടത്തിനെയാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. അപ്പോഴെന്താണ്? അക്കാദമിക് എസ്സേയിൽ നമ്മളെപ്പോഴും ടെക്നിക്കൽ ആൻഡ് ഫോർമൽ വൊക്കാബുലറി ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ടെക്നിക്കൽ ടേംസ്, ടെക്നിക്കൽ വേർഡ്സ്, ഫോർമൽ വേർഡ്സ് ഒക്കെ ആവണം യൂസ് ചെയ്യേണ്ടത്. എന്നാലോ നോൺ അക്കാദമിക് റൈറ്റിങ്ങിലോ സിമ്പിൾ ആൻഡ് നോൺ ടെക്നിക്കൽ വൊക്കാബുലറിയാണ്. സിമ്പിൾ വേർഡ്സ് അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ നമുക്ക് എന്തിൽ യൂസ് ചെയ്യാൻ കഴിയും? നോൺ അക്കാദമിക് എസ്സേയിൽ, നോൺ അക്കാദമിക് റൈറ്റിങ്ങിൽ യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ. ദെൻ അക്കാദമിക് എസ്സേയിൽ വരുന്ന തേർഡ് പോയിന്റ് ആണ് ഇലാബറേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി സെൻട്രൽ ഐഡിയ ഓർ ആർഗ്യുമെന്റ് വിത്ത് സപ്പോർട്ടിംഗ് എക്സ്പേർട്ട് സോഴ്സസ്. ഇലാബറേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി സെൻട്രൽ ഐഡിയ ഓർ ആർഗ്യുമെന്റ് വിത്ത് സപ്പോർട്ടിംഗ് എക്സ്പേർട്ട് സോഴ്സസ്. അതായത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എഴുതുന്ന അക്കാദമിക് എസ്സേയിൽ നമ്മുടെ ഭാഗം ശരിയാണ്, നമ്മൾ പറയുന്ന കാര്യം ശരിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ഓഥറുടെ വേർഡ്സോ അല്ലെങ്കിൽ അവരുടെ കോഡ്സോ യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ എന്താണ് അവർ പറഞ്ഞ രീതിയിൽ എന്ന് പറഞ്ഞിട്ട് എന്താണ് നമുക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാം, നമ്മുടെ ഭാഗം സമർത്ഥിക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു സോഴ്സിൽ നിന്ന് നമ്മൾ എഴുതുന്ന സമയത്തും അത് എക്സ്പേർട്ട് സോഴ്സ് ആവണം എന്നാണ് പറയുന്നത്. എക്സ്പേർട്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ അതും അക്കാദമിക് മെറ്റീരിയലിൽ പെട്ടവയായിരിക്കണമെന്ന്. ഓക്കെ. അല്ലാതെ നോൺ അക്കാദമിക് മെറ്റീരിയൽ ആയിട്ടുള്ള മാഗസിനിൽ നിന്നോ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോയിൽ നിന്നോ എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അക്കാദമിക് റൈറ്റിങ്ങിൽ അതുപയോഗിച്ചിട്ട് നമ്മുടെ ഭാഗം ശരിയാണ് എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പാടില്ല. നമ്മൾ അക്കാദമിക് എസ്സേ എഴുതുന്ന സമയത്ത് അക്കാദമിക് റൈറ്റിങ്ങിൽ എപ്പോഴും ഉൾപ്പെടുത്തേണ്ടത്, എപ്പോഴും സോഴ്സായിട്ട് സെലക്ട് ചെയ്യേണ്ടതും എന്തായിരിക്കണം? അക്കാദമിക് മെറ്റീരിയൽ തന്നെ ആയിരിക്കണം. ഓക്കെ. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. എലാബറേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി സെൻട്രൽ ഐഡിയ. നമ്മുടെ സെൻട്രൽ ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആർഗ്യുമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിത്ത് സപ്പോർട്ടിംഗ് എക്സ്പേർട്ട് സോഴ്സസ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ നോൺ അക്കാദമിക് എസ്സേയിലാണെങ്കിലോ ഐഡിയാസ് ആർ എലാബറേറ്റഡ് വെൽ. നമുക്ക് എന്താണ് നമ്മുടെ ഐഡിയ ഒരുപാട് നീട്ടി വാരി വലിച്ചെഴുതാൻ കഴിയും. ദെൻ ബട്ട് നോട്ട് സപ്പോർട്ടഡ് വിത്ത് എക്സ്പേർട്ട് സോഴ്സസ്. അതിനെന്താണ് ഒരു എക്സ്പേർട്ട് സോഴ്സ് വഴി സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഭാഗം ശരിയാണ് എന്ന് സമർത്ഥിക്കേണ്ട ആവശ്യമൊന്നും എന്തിലില്ല? നോൺ അക്കാദമിക് എസ്സേയിൽ ഇല്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് റെഫറൻസിങ്. റെഫറൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അക്കാദമിക് എസ്സേ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുക്സ് അതുപോലെ തന്നെ വെബ്സൈറ്റുകളൊക്കെ റെഫർ ചെയ്യേണ്ടി വരും അല്ലേ? ഒരുപാട് റെഫർ ചെയ്താൽ തന്നെ നമുക്കത് എഴുതാൻ കഴിയുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരിക്കും എഴുതുന്നത്. ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ബുക്സും അതുപോലെ തന്നെ വെബ്സൈറ്റുകളും സെർച്ച് ചെയ്ത് അതിൽ നിന്ന് റെഫർ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ അക്കാദമിക് എസ്സേ എഴുതാൻ കഴിയുള്ളൂ. അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത്രയും കറക്റ്റായിട്ടുള്ള പോയിന്റ് വെച്ചിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ. കാരണം എന്താ? നമ്മൾ എഴുതുന്ന അക്കാദമിക് റൈറ്റിംഗ് അത് പലപ്പോഴും നോക്കുന്നത് ആരായിരിക്കും? സ്കോളേഴ്സ് അതുപോലെ തന്നെ പ്രൊഫസേഴ്സൊക്കെ ആയിരിക്കും. അത് പിന്നെ എന്താണ് ഫർദർ സ്റ്റഡിക്കൊക്കെ വിധേയമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എഴുതുന്ന ഓരോ പോയിന്റും അത്രയും ഗുഡായിട്ട് അത്രയും കറക്റ്റായിട്ട് മാത്രം എഴുതാനും ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ അക്കാദമിക് എസ്സേ എഴുതുന്ന സമയത്ത് നമ്മുടെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പഠനങ്ങളുടെ ആവശ്യം നമുക്കുണ്ട്, ഒരുപാട് റെഫറൻസിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് റെഫറൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ. ബുക്സായിട്ടും വെബ്സൈറ്റുകളായിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് സെർച്ച് ചെയ്യേണ്ടി വരും നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഫറൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ നോൺ അക്കാദമിക് റൈറ്റിങ്ങിലോ പേഴ്സണൽ സ്റ്റോറീസ് ഓർ ഇംപ്രഷൻസ് ആൻഡ് നോ റെഫറൻസിങ്. നോൺ അക്കാദമിക് എസ്സേ, നോൺ അക്കാദമിക് റൈറ്റിംഗ് എന്നതൊക്കെ എന്താണ്?
പേഴ്സണൽ സ്റ്റോറി ആയിരിക്കും. പലപ്പോഴും എന്താണ്, പേഴ്സണൽ സ്റ്റോറി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, റെഫറൻസിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ. എന്നാൽ അക്കാദമിക് എസ്സേയിൽ റെഫറൻസിങ് മസ്റ്റാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് authors stand on the issue raised in the essay but without expressions like I think and in my view. അപ്പോൾ അക്കാദമിക് എസ്സേയിൽ വരുന്ന അടുത്ത പോയിൻ്റാണിത്. ഓതേഴ്സ് സ്റ്റാൻഡ് ഓൺ ദി ഇഷ്യൂ റേസ്ഡ് ഇൻ ദി എസ്സേ. ഓതറിന്, ഈ അക്കാദമിക് എസ്സേ എഴുതുന്ന റൈറ്റർ ഉണ്ടല്ലോ, അവർക്ക് അവരുടെ സ്റ്റാൻഡ് എന്തിൽ വ്യക്തമാക്കാം, ഈ അക്കാദമിക് എസ്സേയിൽ വ്യക്തമാക്കാൻ കഴിയും. പക്ഷേ വിത്തൗട്ട് എക്സ്പ്രഷൻസ് ലൈക്ക് ഐ തിങ്ക് ആൻഡ് ഇൻ മൈ വ്യൂ. പക്ഷെ അങ്ങനെ വ്യക്തമാക്കുന്ന സമയത്ത് തന്നെ ഐ തിങ്ക്, ഇൻ മൈ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ പാടില്ല. ഓക്കെ. ഐ തിങ്ക്, ഇൻ മൈ വ്യൂ, ഐ, മൈ തുടങ്ങിയ പേഴ്സണൽ പ്രൊനൗൺസ് എന്തിൽ യൂസ് ചെയ്യാൻ പാടില്ല, അക്കാദമിക് റൈറ്റിങ്ങിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓതറിന്, ഈ അക്കാദമിക് എസ്സേ എഴുതുന്ന റൈറ്ററിന് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കാൻ കഴിയും ആ ഒരു എസ്സേയിൽ. പക്ഷേ അങ്ങനെ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ പേഴ്സണൽ പ്രൊനൗൺ ആയിട്ടുള്ള ഐ, മൈ തുടങ്ങിയവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. എന്നാൽ നോൺ അക്കാദമിക് റൈറ്റിങ്ങിലോ ഓതേഴ്സ് എക്സ്പ്രസസ് ഒപ്പീനിയൻ ഡയറക്റ്റ്ലി യൂസിങ് ഐ. ഓതറിന് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ എന്തിൽ, നോൺ അക്കാദമിക് എസ്സേയിൽ ഉൾപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് എന്താണ്, ഐ, മൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതാവുന്നതാണ്. ഓക്കെ. ഐ, മൈ എന്ന് പേഴ്സണൽ പ്രൊനൗൺസ് എന്തിൽ യൂസ് ചെയ്യാൻ കഴിയും, നോൺ അക്കാദമിക് എസ്സേയിൽ യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിൻ്റാണ്, അക്കാദമിക് എസ്സേ എഴുതുന്ന സമയത്ത് നമുക്ക് നമ്മൾ പറയുന്ന കാര്യം കൂടുതലായിട്ട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ടേബിൾസ് ഒക്കെ വരച്ച് എന്താണ് അക്കാദമിക് എസ്സേയിൽ എഴുതാൻ കഴിയും. ഒന്നുകൂടി എന്താണ്, വ്യക്തമായിട്ട് മറ്റു റീഡേഴ്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നോൺ അക്കാദമിക് റൈറ്റിങ്ങിൽ അങ്ങനെ ടേബിളിൻ്റെയും അതുപോലെ തന്നെ ഫിഗേഴ്സിൻ്റെയും ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം ഓരോ പേഴ്സണും സ്വന്തമായിട്ട് എഴുതുന്നതാണ് എന്ത്, നോൺ അക്കാദമിക് എസ്സേ. അപ്പോൾ എന്താ, ടേബിളൊക്കെ വരച്ചെഴുതേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല, നോൺ അക്കാദമിക് എസ്സേയിൽ വരുന്നില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിൻ്റാണ് ബിബ്ലിയോഗ്രഫി, വർക്ക് സൈറ്റഡ്, എൻഡ് നോട്ട്സ്. ഓക്കെ. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സെമിനാർ തയ്യാറാക്കി കഴിഞ്ഞാലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണ് ഏത്, ബിബ്ലിയോഗ്രഫി, വർക്ക് സൈറ്റഡ് ഓർ എൻഡ് നോട്ട്. മൂന്നും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സെമിനാറൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്കുകൾ, ഒരുപാട് റെഫറൻസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുക്സിൽ നിന്നായാലും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ മറ്റു റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള എസ്സേയിൽ നിന്നൊക്കെ നമ്മളെന്താണ്, നമ്മുടെ ടോപ്പിക്കിന് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റൊക്കെ എന്താണ് അതിൽ നിന്ന് എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള എല്ലാ ബുക്സും, ഒരു അക്കാദമിക് എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള എല്ലാ ബുക്സും അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളും എല്ലാം എന്താണ്, എന്തിൽ ഉൾപ്പെടുത്തണം, ഈ ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ എന്താണ് വർക്ക് സൈറ്റഡ് അല്ലെങ്കിൽ എൻഡ് നോട്ട് എന്ന ഈ ഒരു പേജിൽ ഉൾപ്പെടുത്തണം. ഓക്കെ. ഒരു സെമിനാറിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന പേജാണ് ബിബ്ലിയോഗ്രഫി എന്നത്. അപ്പോൾ ബിബ്ലിയോഗ്രഫിയിൽ എന്താണ് ഉൾപ്പെടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എഴുതിയിട്ടുള്ള അക്കാദമിക് എസ്സേക്ക് എത്രത്തോളം റെഫർ ചെയ്തു, എത്രത്തോളം സോഴ്സ് നമുക്ക് കിട്ടി, അത് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയത് എന്ന കാര്യമാണ് എന്തിൽ ഉൾപ്പെടുത്തേണ്ടത്, ഈ ബിബ്ലിയോഗ്രഫി എന്ന സെക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ. എന്നാൽ നോൺ അക്കാദമിക് എസ്സേയിലോ നോ ബിബ്ലിയോഗ്രഫി, വർക്ക് സൈറ്റഡ് ഓർ എൻഡ് നോട്ട്സ്. ബിബ്ലിയോഗ്രഫിയുടെയോ അല്ലെങ്കിൽ എന്താണ് വർക്ക് സൈറ്റഡ്, എൻഡ് നോട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം എന്തിൽ വരുന്നില്ല, നോൺ അക്കാദമിക് എസ്സേയിൽ വരുന്നില്ല. ഓക്കെ. ഇതാണ് അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് തമ്മിലുള്ള ഡിഫറൻസ് ബിബ്ലിയോഗ്രഫിയുടെ കേസിൽ. അപ്പോൾ അക്കാദമിക് എസ്സേ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റെഫർ ചെയ്യേണ്ടി വരും. ആ റെഫർ ചെയ്ത ബുക്സ് നമുക്ക് എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ സോഴ്സൊക്കെ ഉൾപ്പെടുത്തുന്ന പേജാണ് ബിബ്ലിയോഗ്രഫി എന്നത്.
അത് അക്കാദമിക് എസ്സേയിൽ എന്തായാലും മസ്റ്റായിട്ട് വേണ്ട ഒരു പേജ് കൂടിയാണ്. ദെൻ നോൺ അക്കാദമിക് എസ്സേ എഴുതുന്ന സമയത്ത് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് എ ക്ലിയർ കൺക്ലൂഷൻ. പിന്നെ വരുന്നതാണ് അക്കാദമിക് എസ്സേയിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ അത് കൺക്ലൂഡ് ചെയ്യണം. നമ്മൾ എന്താണോ ഈ എസ്സേ വഴി സമർത്ഥിക്കാൻ പ്രൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് നന്നായിട്ട് തന്നെ ഇവിടെ റീഡേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അതെന്താണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു ക്ലിയർ കൺക്ലൂഷൻ ആയിരിക്കണം എന്തിൽ, അക്കാദമിക് എസ്സേയിൽ. എന്നാൽ നോൺ അക്കാദമിക് എസ്സേയിലോ അബ്രപ്റ്റ് എൻഡിങ് ഓർ ഇൻഫോർമൽ കൺക്ലൂഷൻ, അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്, ഫോർമൽ ആയിരിക്കണം എന്നൊന്നും ഇല്ല, ഇൻഫോർമൽ കൺക്ലൂഷൻ ആയാൽ മതി. എന്തിൽ, നോൺ അക്കാദമിക് എസ്സേയിൽ. ഓക്കെ. സോ ദീസ് ആർ ദി മേജർ പോയിന്റ്സ് യു നീഡ് ടു റിമെമ്പർ ഇൻ ദിസ് സെക്ഷൻ. ഓക്കെ. അപ്പോൾ അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് എസ്സേ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയാണിത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ. എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണിത്. ഓക്കെ.